ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇച്ചിരി ഒരു ലോങ് വീഡിയോ ആയിട്ടാണ്. ഞങ്ങൾ സ്റ്റാഫിന് വേണ്ടി ഇന്നിവിടെ മീൻകറിയാണ് വയ്ക്കുന്നത്. സോ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടാലോ. വേറെ ആരുമല്ല ഈ മീൻകറി ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്, നമ്മുടെ സ്വന്തം മുതലാളിയാണ്. ആദ്യം കുഞ്ഞുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവ അരിഞ്ഞ് വൃത്തിയാക്കിയിട്ടെടുക്കുക. കൂടെ കുറച്ച് തക്കാളിയും വേണം കേട്ടോ. അതിനുശേഷം അടുപ്പ് കത്തിച്ച് കഴുകി വൃത്തിയാക്കിയ ഉരുളിയിലേക്ക് എണ്ണയും ഒഴിച്ച് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്നതെല്ലാം തട്ടി കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കിയെടുക്കുക. വഴണ്ട് വന്നതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി തൂവുക. അതിനുശേഷം വറ്റൽമുളകും പിരിയൻ മുളകും കൂടിയിട്ട് നല്ലപോലെ ജാറിലിട്ട് അടിച്ചെടുക്കണം. നല്ല പേസ്റ്റ് രൂപത്തിലായതിനു ശേഷം അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും ഉലുവാപ്പൊടിയും കൂടിയിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അതും കൂടിയിട്ട് നല്ലപോലെ ഇളക്കി കുതിർത്ത് വെച്ചിരിക്കുന്ന കുടംപുളിയും ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കലക്കിയെടുക്കാം. സത്യം പറഞ്ഞാൽ ഈ ഗ്രേവി ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇവിടെ മീൻ വാങ്ങാനായിട്ട് മാർക്കറ്റിലേക്ക് പോയത്. നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ തേങ്ങാക്കൊത്തും കൂടി ഇടാം കേട്ടോ. ഇതെല്ലാം നല്ലപോലെ ഇളക്കി തിളച്ച് വരുന്ന സമയത്ത് കഴുകി വൃത്തിയാക്കിയ മീനും ഇട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് വറ്റിച്ചെടുക്കാം. സത്യം പറഞ്ഞാൽ ഈ മീൻ കറി ഇപ്പം കഴിക്കാനല്ല, നാളെ കഴിക്കാനാണ് കുറച്ചും കൂടി ടേസ്റ്റ് വരിക. പക്ഷെ എന്ത് ചെയ്യാം, നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതാണ്. സമയം ഇപ്പം 4 മണിയായി. അത്യാവശ്യം വളരെ എളുപ്പത്തിൽ വലിയ മെനക്കേടൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ടൈപ്പ് മീൻ കറിയാണിത്. അങ്ങനെയാണെന്ന് കരുതി ടേസ്റ്റിനൊന്നും ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഇവിടെ ഞങ്ങൾ സാധാരണ മീൻ കറി, ചിക്കൻ കറി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ ഓരോരുത്തർക്കും വേണ്ട വിധം ഓരോ ബൗളിലാക്കി മാറ്റി വയ്ക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ആ പരിപാടിയെല്ലാം എല്ലാവർക്കും വേണ്ടി മാറ്റി വയ്ക്കുകയൊക്കെ ചെയ്തു. ഇനി അതിന് ശേഷം നമുക്ക് കഴിക്കാം. നല്ല ചൂട് വെള്ളയരി, അതായത് നമ്മുടെ റേഷനരി പോലത്തെ ചോറാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കറക്റ്റായിട്ട്. അപ്പോൾ ആ ചോറ് നമുക്ക് പ്ലേറ്റിലേക്ക് ഇട്ട് ആവശ്യത്തിനൊരു കഷ്ണം മീനും കുറച്ച് ചാറും ഒക്കെ ഒഴിച്ച് നമുക്ക് ഈ മുതലാളിയുടെ സ്പെഷ്യൽ മീൻകറിയും കൂട്ടി ചോറ് തിന്നാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് വെച്ചാൽ അത് കമൻറ്റും ചെയ്യണം. അപ്പോൾ ഞാൻ പോയി ചോറുണ്ടിട്ട് വരാം കേട്ടോ. ബൈ ഫ്രണ്ട്സ്.